Good morning with A Chance Gold presents Newsy Morning. ലോകത്തെങ്ങുമുള്ള മലയാളികൾക്ക് മുൻപിൽ ഞാൻ സേറ മിയ ഐസൻ. ഇനിയുള്ള പ്രഭാതങ്ങളിൽ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. പുതിയ വാർത്തകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും എന്ന് വേണ്ട നമുക്കിടയിൽ പങ്കുവെക്കേണ്ട അതെല്ലാമായിട്ട്. കൺവെൻഷണൽ വാർത്തയിൽ നിന്ന് റീലിന്റെ കാലത്തേക്ക് നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആവും അല്ലേ? വാർത്തയും വേണം, പത്രവും വേണം, റീലും വേണം, എല്ലാം വേണം. നമ്മളും അങ്ങനെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുണ്ടാകും, നമ്മുടെ റിപ്പോർട്ടർമാർക്ക് പങ്കുവെക്കാൻ വിശേഷങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ലോകത്തെക്കുറിച്ച് സംസാരിക്കാനും ഉണ്ടാകും. അവരെല്ലാം നിങ്ങളുമായി കോർത്തിണക്കുന്ന ഒരു പാലമായി ഇതാ ഞാനും വരികയാണ്. AI വരുമ്പോൾ എന്താകുമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുന്ന ലോകത്ത് മാറ്റങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാവണം നമ്മുടെ മാർഗം. ഇവിടെ തുടങ്ങുകയാണ് ഒരു പുതിയ അധ്യായം. ന്യൂസി മോർണിംഗ്. ഇന്ന് ജെൻസികളാണല്ലോ അല്ലേ താരം. ഞാനൊരു ജെൻസിയാണ് കേട്ടോ. പാലാക്കാരെയാണ്. പഠിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇഷ്ടം ഇതൊക്കെയാണ്, വാർത്തയും വർത്തമാനവും. നിങ്ങളോടൊക്കെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിരിക്കല്ലോ ഒക്കെ. ലോകമറിയേണ്ട എല്ലാം ഉണ്ടാകും ഇനി ന്യൂസി മോർണിംഗിൽ. TV കാണാൻ സമയം കിട്ടിയില്ലെങ്കിൽ News 18 മലയാളം യൂട്യൂബ് പേജിൽ ഇതൊക്കെ വീഡിയോകളായും ഷോർട്സുകളായും കാണാം. ഇനി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ അറിയിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഞാൻ സേറ മിയ ഐസൻ. A Chance Gold presents ന്യൂസി മോർണിംഗിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് സംസ്ഥാനത്താകെ പെയ്യുന്ന കനത്ത മഴയാണ് പ്രധാന വാർത്ത അല്ലെ? പലയിടങ്ങളിലൊക്കെ അപകടങ്ങളും മഴക്കെടുതിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ആദ്യം തലക്കെട്ടുകളിലേക്ക് പോവാം, എന്നിട്ട് വിശദമായി തിരികെ വരാം. മധ്യ കേരളത്തിൽ കനത്ത മഴ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വെള്ളക്കെട്ട്. തൊടുപുഴ, കുടയത്തൂർ, അടൂർ മലയിൽ ഉരുൾപൊട്ടി. ഒരാൾ മണ്ണിനടിയിൽ. രണ്ടുപേരെ രക്ഷപ്പെടുത്തി. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തും ഉരുൾപൊട്ടൽ. പത്തനംതിട്ട കോന്നിയിലും ഉരുൾപൊട്ടിയതായി സംശയം. മഴയിൽ മധ്യ കേരളത്തിൽ പരക്കെ നാശനഷ്ടം. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ വെള്ളം കയറി. കൊടുങ്ങൂർ മണിമല റോഡിൽ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ട കാർ കയറിയിട്ട് കെട്ടി നിർത്തി. വാഗമണ്ണിലും മണ്ണിടിച്ചിൽ. കോട്ടയം മുണ്ടക്കയത്ത് കോസ്വേ മുങ്ങി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, വയനാട്, മലപ്പുറം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലയോര മേഖലയിൽ യാത്രയ്ക്ക് നിയന്ത്രണം. മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനും നിയന്ത്രണം. ഊബർ ഡ്രൈവർമാരുടെ സമരം തീർക്കാൻ സർക്കാർ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചർച്ച. ഊബർ സമരം തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടം നിർത്തിവെച്ച് സമവായത്തിനെന്ന് പറഞ്ഞ് വിളിച്ച് ഊബർ കമ്പനി അവഹേളിച്ചെന്നും ഡ്രൈവർമാർ. ജമ്മു കശ്മീരിലെ കുൽഗ്രാമിൽ ഭീകരാക്രമണം. ഒരാൾ മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാക് സംഘടന ലഷ്കർ ഇ തോയ്ബ ബന്ധമുള്ള ഭീകരരെന്ന് രഹസ്യാന്വേഷണ വിവരം. ആക്രമണം അന്യസംസ്ഥാന തൊഴിലാളികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ഹിറ്റ് ലിസ്റ്റാക്കി പ്രചരിപ്പിച്ചതിന് പിന്നാലെ PM3യിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലായി UDF. മുന്നണിക്ക് കുരുക്കായത് കരാറിൽ നിന്ന് പിന്മാറാനാവില്ലെന്ന വാദം നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. പിന്മാറ്റത്തിലുള്ള സാധ്യത പരിശോധിക്കുമെന്നും ആവർത്തിച്ച് ലീഗ്. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വൈകാനും സാധ്യത. മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൊച്ചി മെട്രോ. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 1,00,000 കടന്ന് പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം. നഷ്ടം കാര്യമായി കുറഞ്ഞു. വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും വൻ മുന്നേറ്റം. കൊച്ചി മെട്രോ മാറുകയും ചെയ്തു.
കേൾക്കാം വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടിയതായി വാർത്ത വരുന്നു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തും കോട്ടയം തീക്കോയിലും കോന്നി അരുവാ പുല്ലം നെല്ലിക്കാപ്പാറയിലുമൊക്കെ ഉരുൾപൊട്ടി നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പയ്യാനിയിൽ കാർ വെള്ളക്കെട്ടിൽ പെട്ടു. വാഗമണ്ണില് കോലാഹലമേട്ടില് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മുണ്ടക്കയം കോസ്വേ വെള്ളം കയറി മുങ്ങിയതായും വാർത്തകൾ വരുന്നു. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടില് കുളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറി. അതേപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് അവധിയാണ്. മിങ്ങാപ്പുഴ ഏകദേശം വെള്ളം കയറി പകുതിയായി തുടങ്ങിട്ടോ. കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളുമായി ചേരുന്നത് തൊടുപുഴയിൽ നിന്നും സാഗറാണ്. സാഗർ, നമുക്കറിയുന്നത് പോലെ തന്നെ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായും അടൂര് ഇന്നലെ രാത്രി ഉണ്ടായൊരു മണ്ണിടിച്ചിലിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു. എന്താണ് അവിടുത്തെ കൂടുതൽ വിശദാംശങ്ങൾ? ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴയാണ് പെയ്തു വന്നിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ ഇന്ന് രാവിലെയോടെയാണ് അല്പ ശമനം ഉണ്ടായത്. ഇതിനിടയിൽ ജില്ലയിൽ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴയ്ക്കടുത്ത് കാഞ്ഞാർ അടൂർ മലയിലാണ് ഇന്ന് വെളുപ്പിന് 2 മണിയോടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഉരുൾപൊട്ടലിൽ ഒരു വീട് പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന 3 പേരാണ് ഉണ്ടായിരുന്നത്. വീട്ടിലെ ഗൃഹനാഥൻ രവി, മകൻ രവിയുടെ ഭാര്യ സുമതി എന്ന് 3 പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇതിൽ രവിയും മകനും രക്ഷപ്പെട്ടുവെങ്കിലും രവിയുടെ ഭാര്യ സുമതിയെ ഈ ഉരുൾപൊട്ടലിന് ശേഷം കാണാതായിരുന്നു. ഉടൻ തന്നെ തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും NDRF സംഘവും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഇടുക്കി ജില്ലാ കളക്ടർ, ഇടുക്കി MP തുടങ്ങിയ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടം എല്ലാം തന്നെ സ്ഥലത്തെത്തിയിരുന്നു. വ്യാപകമായ തിരച്ചിൽ നടത്തി. അല്പസമയം മുമ്പാണ് സുമതിയുടെ മൃതദേഹം വീടിരുന്നതിൽ നിന്നും അല്പം ദൂരെയായിട്ട് മാറി മണ്ണിനടിയിൽ നിന്നും സുമതിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും ഇവരുടെ മൃതദേഹം തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഈ മണ്ണിടിച്ചിലിൽ വ്യാപകമായ ഒരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വാഗമണ്ണിലും ഏലപ്പാറയിലും മലങ്കരയിലും എല്ലാം തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊടുപുഴ നഗരത്തിൽ വെള്ളം കയറി എന്നുള്ളതാണ്. ഇന്നലെ പെയ്ത ഈ ശക്തമായ ഒരു മഴയിൽ താഴ്ന്ന പല ഭാഗങ്ങളിലും വെള്ളം കയറി, പല വീടുകളിലും കടകളിലും വെള്ളം കയറിയ സാഹചര്യമുണ്ടായി. ജില്ലയുടെ മറ്റ് വിവിധ മേഖലകളിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അടൂർമലയിലാണ്, അതായത് ഈ കുടയത്തൂർ അടൂർമലയിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ നിന്നും
അകലേക്ക് ഉള്ളിലേക്ക് കയറിയുള്ള ഒരു പ്രദേശമാണ് ഈ അടൂർ മല. ഇവിടേക്ക് വാഹനങ്ങൾ എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മലയുടെ ഒരു മുകൾ ഭാഗം തന്നെ എന്ന് വേണം നമുക്ക് ഇവിടെ പറയുവാൻ. ഈ ഭാഗത്ത് വന്നാൽ കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ ഒരു പ്രദേശം തന്നെ ഈ ഉരുൾപൊട്ടലിൽ ഇല്ലാണ്ടായിരിക്കുന്നു. ഒരുപാട് കൃഷിയിടവും മറ്റും ഒലിച്ചു പോയിരിക്കുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ഉണ്ടായതിനു ശേഷം ജില്ലാ ഭരണകൂടം കൃത്യമായി കാര്യങ്ങൾ ഏകോപിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടത്തിയത്. എന്തായാലും ഈ വീട്ടിലുള്ള രണ്ടുപേരെ പരിക്കുകളോ ഇല്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണെങ്കിലും വീട്ടിലെ ഗൃഹനാഥ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്, എന്നാലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. മഴ ഇനിയും പെയ്യുവാനുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറേഞ്ചിലെ മറ്റേ കട്ടപ്പനയിൽ ഉൾപ്പെടെ വള്ളക്കടവ് ഭാഗത്ത് ഉൾപ്പെടെ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. അടിമാലി ദേശീയപാതയിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വ്യാപകമായ ഗതാഗത തടസ്സവും മരം വീഴലും മണ്ണിടിച്ചിലും എല്ലാം തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. സാഗർ, ഒരു കാര്യം കൂടി നമുക്കറിയാം, വളരെ അപകടകരമായ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് അടൂരുണ്ടായത്. ഒരുപാട് നാശനഷ്ടങ്ങളും ഒരു ജീവൻ വരെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ എന്താണ് അവസ്ഥ ശരിക്കും? 3 പേര് താമസിച്ചിരുന്ന വീടിന് മുകളിലേക്കാണ് രാവിലെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതിൽ 2 പേർ രക്ഷപ്പെടുത്തുവാൻ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ വീട് പൂർണ്ണമായും ഇടിഞ്ഞ് ദൂരേക്ക് സാഹചര്യമാണ് ഉണ്ടായത്. വീട് പൂർണ്ണമായും അതുകൊണ്ട് തന്നെ ഈ വീടിനുള്ളിൽ ശരി, സാഗറാണ് നമ്മളുമായി വിവരങ്ങൾ പങ്കുവച്ചത്. അടുത്തതായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ നമ്മളുമായി ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം മഴക്കെടുതി ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പേടിയുള്ള ഒന്നാണ്. എന്താണിപ്പോൾ മധ്യ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്? എന്താണ്? തീർച്ചയായും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലേക്ക് മഴ മാറുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാമാണ് അവിടുന്ന് വരുന്ന വിവരങ്ങൾ, അലർട്ടുകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഡാനി? മധ്യ കേരളത്തിൽ ശക്തമായ രീതിയിൽ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് എറണാകുളവും കോട്ടയവും നമുക്കറിയാം, ഇടുക്കിയിൽ ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ആലപ്പുഴ. ഈ മേഖലകളിലെല്ലാം തന്നെ മധ്യ കേരളം ഉൾപ്പെടുന്ന മേഖലകളിൽ അതിശക്തമായ രീതിയിൽ മഴ തുടരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കിഴക്കൻ മേഖലകളിൽ, അതായത് ഉയർന്ന മേഖലകൾ എന്ന് പറയാവുന്ന മലയോര മേഖലകളിലെല്ലാം തന്നെയാണ് കൃത്യമായ രീതി വലിയ ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്നത്. ഇത് കോട്ടയത്തെ അടക്കം കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. ഇതിൽ കോട്ടയത്ത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം അവിടെ എടുത്തു പറയേണ്ടത് അവിടെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലാണ്. പയ്യാനിയിൽ ഉരുൾപൊട്ടലിൽ ഒരു വീട് തകർന്ന് 2 പേരെ കാണാതായി എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻപ്ലാവിലാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ ഭാര്യയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പറയുന്നു. ഈ വീടിന്റെ കോൺക്രീറ്റ് ചെയ്ത വീടാണ്. അതിന്റെ ഒരു മേൽക്കൂരി അടക്കം ഒലിച്ചു പോയ സ്ഥിതിയിലേക്ക് മണ്ണ് മൂടുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശക്തമായ രീതിയിലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ്. നിരവധി വീടുകൾ അവിടെ ഉണ്ടായെങ്കിൽ കൂടിയും ഈ വീടിനാണ് അത് പൂർണ്ണമായും ബാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അത് ഇവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ രീതിയിൽ തന്നെ മഴ നിലനിൽക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ എറണാകുളത്ത് ഇത് സമാനമായ രീതിയിൽ തന്നെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ രീതിയിൽ മഴ തുടർന്നു. പ്രത്യേകിച്ച് ഈ കോതമംഗലം, പിറവം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഉയർന്ന മേഖലകളിലെല്ലാമാണ് ശക്തമായ മഴ തുടരുന്നത്. ഇവിടങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത അടക്കം നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രതയാണ് ഇവിടങ്ങളിൽ പാലിക്കുന്നത്. എറണാകുളത്ത് ഈ കോതമംഗലം പൂയംകുട്ടിയിലെ ഈ വനയോര മേഖലയാണ്. അവിടെ മണികണ്ഠൻ ചപ്പാത്ത് എന്ന് പറയും, ചപ്പാത്ത് കരകവിഞ്ഞ വെള്ളം ഉയരുകയാണ്. ഈ മേഖലയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മണികണ്ഠൻ ചപ്പാത്ത് നിറയുകയാണെങ്കിൽ ആദിവാസി മേഖലകൾ, അതിനപ്പുറത്തുള്ള ആദിവാസി മേഖലകൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ശക്തമായ മഴയിലുമെല്ലാം പലപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇക്കുറിയും അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. മണികണ്ഠൻ ചാൽ, അതോടൊപ്പം തന്നെ കല്ലേലിമേട് മലയോര ഗ്രാമങ്ങളാണ് ഇതുപോലെ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് വരുന്നത്. നഗരത്തിലേക്ക്, എറണാകുളം കൊച്ചിയിലേക്ക് കുറച്ചുകൂടി വരികയാണെങ്കിൽ നഗരത്തിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു കാര്യമായ രീതിയിലൊരു വെള്ളക്കെട്ട്
രൂപപ്പെട്ടിട്ടില്ല ഇതുവരെയും. എങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഇതിൽ പലയിടത്തും തന്നെ ഒഴുക്ക് സുഗമമാക്കാനുള്ള പ്രത്യേക സ്ക്വാഡുകൾ ഇറങ്ങി നഗരത്തിൽ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇതുവരെയും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും തന്നെ ഈ കാനകൾ നിറയാനുള്ള സാധ്യതയാണ് പലപ്പോഴും ഉള്ളത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായ രീതിയിൽ നഗരം സ്തംഭിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും അതിശക്തമായ മഴയിലെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടില്ലാതാക്കാനുള്ള ഇടപെടലെല്ലാം തന്നെ പലയിടങ്ങളിലും തന്നെ നടക്കുകയാണ്. തീരമേഖലകൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പശ്ചിമ കൊച്ചിയും അതോടൊപ്പം തന്നെ വൈപ്പിൻ തുടങ്ങുന്ന തീരമേഖലകളുണ്ട്. അവിടെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെല്ലാനം പോലുള്ള ഇടങ്ങളിൽ ടെട്രാപോഡ് അടക്കമുള്ള സൗകര്യങ്ങളുടെ താരതമ്യേന സുരക്ഷിതമാണ്. അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ കണ്ണമാലി അടക്കമുള്ള മേഖലകളിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാനുള്ള തക്ക നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നതുകൊണ്ട് നഗരത്തിന് പുറത്തുള്ള മേഖലകളിൽ മരങ്ങൾ അത് വീഴാനുള്ള സാധ്യത ഈ ജാഗ്രത പാലിക്കാനുള്ള പൊതുനിർദ്ദേശങ്ങൾ താലൂക്കുകൾക്കും അതോടൊപ്പം തന്നെ വില്ലേജുകൾക്കും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ കരുതലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും ഗതാഗത സ്തംഭനം പോലുള്ള കാര്യങ്ങളുണ്ടായി. റെയിൽവേ ട്രാക്ക് അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റേഷൻ തുടങ്ങിയവയിൽ സാധാരണഗതിയിൽ വലിയ രീതിയിലൊരു മഴയിലേക്ക് പോവുകയാണ്. ഇതിനെല്ലാം തന്നെ ബാധിക്കാറുണ്ട്. ഇതുവരെയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർ, കൊച്ചിയിൽ നിന്നും ഡാനി പോളാണ് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത നമ്മളുമായി മലപ്പുറത്തെ വാർത്തകളുമായി അനുമോദാണ് ചേരുന്നത്. അനുമോദ്, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെ 3:30 ഇറങ്ങേണ്ട സലാലയിൽ നിന്നുള്ള സലാം എയർ കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിലേക്ക് വഴി തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ അനുമോദ്? ഇന്നലെ രാത്രി മുതൽ തുടരുന്നുണ്ട്. പല മേഖലയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കനത്ത മഴയിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട ഇന്ന് പുലർച്ചെ 3:30 ഇറങ്ങേണ്ടിയിരുന്ന സലാലിൽ നിന്ന് സലാം എയർ കൊച്ചിയിലേക്ക് വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. നിലവിൽ മഴ തുടരുന്നുണ്ടെങ്കിലും വിസിബിലിറ്റിക്ക് കുഴപ്പമില്ലാത്തതിനാൽ മറ്റ് വിമാനങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ, കനത്ത മൂടൽമഞ്ഞുണ്ടെങ്കിൽ ഇത് മറ്റു വിമാനങ്ങളെയും ബാധിക്കും. നിലവിൽ എല്ലാ മേഖലയിലും നല്ല മഴ ഇന്നലെ രാത്രി മുതൽ മലപ്പുറം ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. നദികളൊക്കെ അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ലെങ്കിലും മുൻകരുതൽ നടപടികൾ എന്ന നിലയ്ക്ക് അവധി ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, CV അനുമോദാണ് നമ്മളുമായി കൂടുതൽ വാർത്തകൾ നൽകിയത്. അടുത്തതായി നമ്മളുമായി ചേരുന്നത് ആസാദ്, കോഴിക്കോട് എന്നുള്ള വാർത്തകളുമായി ആസാദ് ചേരുകയാണ്. തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഒക്കെ മഴ പെയ്താൽ നമുക്ക് പലപ്പോഴും ഏറെ ഭയമുണ്ടാവാറുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എന്താണ് അവസ്ഥ? മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ്? വേറെ എന്തെങ്കിലും അപകട സാധ്യതകൾ അവിടെ നിന്ന് ഉയരുന്നുണ്ടോ ആസാദ്? കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് പെയ്യുന്നത്. നഗരത്തിലും മലയോര മേഖലയിലുമെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോഴും കോഴിക്കോടിന്റെ താമരശ്ശേരി മേഖലകളിൽ ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആംബുലൻസുകളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് വരണേ. എമർജൻസി വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ മലയോര മേഖലകളിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി, ആസാദാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് വാർത്തകൾ നൽകിയത്. ഇനി നമ്മുടെ ലൈവ് ഡെസ്കിൽ നിന്ന് നമ്മളുമായി നന്ദന ചേരുകയാണ്. നന്ദന,
മഴക്കെടുതി നമുക്ക് ഒരു പരിധിവരെ മഴ എന്ന് പറയുന്നത് നമുക്ക് ആസ്വാദകരമായ ഒന്നായിരുന്നു. കുറച്ച് ദിവസം മുൻപ് വരെ അങ്ങ് തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ മഴ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് അതിരൂക്ഷമായി മഴക്കെടുതി ഉണ്ടായിരിക്കുകയാണ്. പല ജില്ലകളിലും അവധിയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. മരണം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. എന്താണ് നന്ദന മൊത്തത്തിലുള്ള നമ്മുടെ കേരളത്തിന്റെ ഒരു മഴക്കെടുതിയുടെ അവസ്ഥ? ഒരു കാലത്തൊക്കെ മഴ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് ആസ്വദിച്ചിരുന്നു. ഞാനാണെങ്കിൽ പോലും ഒരു മഴ വരുമ്പോൾ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു മഴ വരുമ്പോൾ ഒരു അവധി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. രാവിലെ എഴുന്നേറ്റ് TV ഓണാക്കി കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പിലൂടെ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് മഴ പെയ്തു കഴിയുമ്പോൾ പലപ്പോഴും കേരളം ഒട്ടാകെ ഭയക്കാറുണ്ട്. ഇപ്പോൾ ഇതാ അതുപോലൊരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. വൻ നാശനഷ്ടങ്ങളും മണ്ണിടിച്ചിലുകളും മറ്റു പ്രശ്നങ്ങളും, ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, അങ്ങനെ കേരളം ഒട്ടാകെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഭയക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. പല ജില്ലകളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടേഴ്സ് നമ്മളുമായി ചേർന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ അവർ വിലയിരുത്തുകയുണ്ടായി. പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനം വളരെ പ്രയാസകരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെസ്കിൽ നിന്നും നമ്മളുമായി നന്ദന ചേരുന്നു. നന്ദന, എന്താണ് മഴയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഭയക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണോ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്? സേറ, ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാത്രി മുതൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഈ ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, കോട്ടയം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അവധി പ്രഖ്യാപനം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാപക രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങളും പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. പലയിടങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പല പ്രദേശങ്ങളിലും പുലർച്ചെ വരെ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്ന് രാവിലെ 4 മണിക്ക് വന്ന പുതിയ അലേർട്ട് പ്രകാരം ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറത്തേക്ക് അതിതീവ്ര ജാഗ്രതയാണ്, അതായത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തിയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. ഇനി മഴയുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ, മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ വലിയ ജാഗ്രത തന്നെ വേണം. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ രാത്രി യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ സേനയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. പുഴകളിലും അരുവികളിലുമൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്നവർ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങുന്നതൊക്കെ ഒഴിവാക്കണം. കനത്ത ജാഗ്രത തന്നെ പുലർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും തീരങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിലേക്കൊന്നും മത്സ്യത്തൊഴിലാളികൾ പോകാൻ പാടുള്ളതല്ല. മൊത്തത്തിലുള്ളൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ അതിതീവ്ര മഴ തന്നെയാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്. സേറ, ന്യൂസ് ഡെസ്കിൽ നിന്നും നന്ദനയാണ് നമ്മളോടൊപ്പം ചേർന്നത്. നന്ദന പറഞ്ഞതുപോലെ തന്നെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ മഴക്കെടുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവരും എല്ലാവരും മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പാലിക്കുക. ഒരിക്കലും ജീവൻ ആപത്തുണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് ഇത് നീങ്ങാതിരിക്കട്ടെ. അടുത്തൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കാവുകോളിയിൽ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. പ്രദേശത്തെ പ്രധാന റോഡ് കടലെടുത്ത നിലയിലാണ്. തീരദേശവാസികളായ 200ഓളം കുടുംബങ്ങൾ ഇതോടെ കടുത്ത ആശങ്കയിലാണ്. കാവുകോളി കടപ്പുറത്താണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. പ്രദേശത്തെ പ്രധാന പാതയായ ചേരങ്കൈ കാവുകോളി റോഡ് പൂർണ്ണമായും കടലെടുത്ത നിലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തുള്ള റോഡാണ് തകർന്നത്. ഇതോടെ ഈ ഭാഗത്ത് നിന്നുള്ള ഗതാഗത സംവിധാനവും പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഏത് സമയവും വീടുകളിലേക്ക് കടൽ ഇരിച്ചു കയറാവുന്ന ഭീതിജനകമായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. 10 കൊല്ലമായിട്ട് ഇങ്ങനെ അപ്പാപ്പ കടൽ വന്നോണ്ടും റോഡ് പോയിക്കൊണ്ടും ഉണ്ട്. ഇപ്പൊ ഈ റോഡ് ഫുള്ളായിട്ട് ഇവിടെ പോകാൻ കാരണം ഇപ്പോ മഴയാണ്. മഴ തുടർന്ന് നല്ലോണം റോഡ് പോയിട്ടുണ്ട്. സാധാരണ
ഈ റോഡ് കറക്റ്റ് ഉണ്ടായതാണ്, ആ വീട് വരെ ഉണ്ടായതാണ്. പിന്നെ ഈ റോഡ് ഇടിഞ്ഞുകൊണ്ട് ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങളായി കാവുകോളി കടപ്പുറത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളാണ് നിലവിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഈ വിഷയത്തിൽ സർക്കാരോ ജലസേചന വകുപ്പോ ആവശ്യമായ മുൻകരുതലുകളോ നടപടികളോ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. തകർന്ന റോഡ് ഉടൻ പുനർനിർമ്മിക്കണമെന്നും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സഹായവും നഷ്ടപരിഹാരവും നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും തീരദേശവാസികൾ ആവശ്യപ്പെടുന്നു. വരും ദിവസങ്ങളിലും കടലാക്രമണം ശക്തമായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് തീരദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത. ശേഖർ കുര്യാക്കോസ് മാധ്യമങ്ങളെ കാണുകയാണ്. ന്യൂസ് 18നോട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പ്രവർത്തകരെല്ലാം അവരോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ NDRF സേനയൊക്കെ വരും. ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ അവരോടെങ്കിലും NDRF? ഇടുക്കിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആലപ്പുഴയിലുള്ള ടീം അവിടെ സജ്ജമായിട്ടുണ്ട്. പത്തനംതിട്ടയിലൊരു ടീമുണ്ട്. ആവശ്യാനുസരണം അവർ മൂവ് ചെയ്യും. വലിയ ഇൻസിഡൻസിന് മാത്രമേ അവർ ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾക്കൊരു ചെറുകിട പ്രശ്നങ്ങളിൽ അവർ ഇടപെടുന്നത് ശരിയല്ല. നമ്മളുടെ ശേഷി അതിന് മാത്രമുണ്ട്. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ ശേഷിയുള്ളൊരു പ്രസ്ഥാനമാണ്. താങ്ക് യു സാർ. ഏതായാലും ദുരിതനിവാരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദുരിതനിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഡോക്ടർ ശേഖർ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ സജ്ജമാണ്. NDRF എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് വിന്യസിക്കാനുള്ള 9 ടീം കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏകോപനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇനിയും തെക്കൻ കേരളത്തിൽ മഴ കുറയെങ്കിലും വടക്കൻ കേരളത്തിൽ അത് ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണുള്ളത്. ഈ 4 പേരെ ഇപ്പോൾ കാണാനില്ല. അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനവും പരിശോധനയും ഒക്കെ നടക്കുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ന്യൂസ് 18നോട് സംസാരിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. VV അരുണുമായിട്ടാണ് പ്രതികരണം നടത്തിയത്. ഇനിയും യൂബർ ഡ്രൈവർമാരുടെ സമരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് സർക്കാർ. ഓഗസ്റ്റ് 3 തിരുവനന്തപുരത്ത് വെച്ചാണ് ചർച്ച നടക്കുന്നത്. യൂബർ ഡ്രൈവർമാർ വീണ്ടും സമരം ആരംഭിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി സർക്കാർ വിളിച്ചിരിക്കുന്നത്. പീക്ക് സമയങ്ങളിലൊക്കെ നിലവിൽ യൂബർ ഡ്രൈവർമാർ സർവീസ് നടത്തുന്നില്ല. പലപ്പോഴും ഓഫീസിലേക്കും മറ്റിടങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോൾ യൂബർ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്നില്ലാത്തൊരു സാഹചര്യം നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുമുണ്ടാകുമെന്ന് എനിക്കറിയാം. നിരക്ക് വർധന ആവശ്യപ്പെട്ടുള്ള സമരത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഡ്രൈവർമാരെ യൂബർ ഓഫീസിലേക്ക് ചർച്ചയ്ക്കായിട്ട് വിളിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിയ നിലയിലാണ് കണ്ടത്. വിളിച്ചു വരുത്തി അവഹേളിച്ചതിനെതിരെയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടന്നത്. ആദ്യം സമരത്തിനുണ്ടായിരുന്ന റാപ്പിഡോ, കേരള സവാരി എന്നിങ്ങനെയുള്ള സർവീസുകളൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് നമ്മളുമായി ചേരുന്നത്. ഡാനി, യൂബറുമായിട്ടുള്ള സമരവും അതുമായിട്ടുള്ള വിശദാംശങ്ങളും ഒക്കെ അടുത്ത നാളുകളിൽ ഏറെ ചർച്ചയായതായിരുന്നു. ഇപ്പോൾ ഇതാ സർക്കാർ ഓഗസ്റ്റ് 3 ഇവരുമായി ഒരു ചർച്ചയ്ക്ക് റെഡി ആയിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സൈറ, ഇതിൽ യൂബർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഊബർ ഡ്രൈവർമാർ പ്രതിസന്ധിയിലാണെന്ന് അവർ പറയുന്നു. കാരണം അവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു വിഹിതം അവരിൽ നിന്ന് കിട്ടുന്നില്ല. അവർ വണ്ടി ഓടുമ്പോൾ അതിന് കൂടുതൽ വിഹിതം അത് കമ്പനി എടുക്കുന്നു എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ധനവില അടക്കം ഉയർന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അവർക്ക് മതിയായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ അവർ കൂടുതൽ സമയം ഒരു ദിവസം തന്നെ 16-18 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ നേരത്തെ സമരം നടത്തിയിരുന്നു. പിന്നീട് ഈ നിരക്ക് വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയും ആ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിന്നീട് അവർക്ക് വർദ്ധിപ്പിച്ച ആ തുക അത് പിൻവലിച്ചു എന്നതാണ് ഡ്രൈവർമാരെ പരാതിയായിട്ട് പറയുന്നത്. കാരണം അവർക്ക് വീണ്ടും അവർ നഷ്ടത്തിലേക്ക് പോകുന്നു, തങ്ങളെ യാതൊരു രീതിയിലും പരിഗണിക്കുന്നില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും അവരൊരു സമരപ്രഖ്യാപനം നടത്തി ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനമായതിനെ തുടർന്ന് മറ്റ് ആപ്പുകൾ, അതായത് ഈ റൈഡിങ് മറ്റ് ആപ്പുകളുണ്ട്, കേരള സവാരി, അതോടൊപ്പം തന്നെ റാപ്പിഡോ,
തുടങ്ങി അവരെ ഈ ഡ്രൈവർമാർക്ക് അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ഇത് സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ആ ആപ്പുകൾ ഉപയോഗിക്കുന്നവർ. പക്ഷേ ഊബർ ഉപയോഗിക്കുന്നവർ അതേ രീതിയിൽ തന്നെ തുടരുകയാണ്, സമരത്തിൽ തുടരുകയാണ്. പീക്ക് സമയങ്ങളിൽ കൂടുതൽ ആവശ്യക്കാരുള്ള സമയങ്ങളിൽ ഇപ്പോൾ ആ ആപ്പുകൾ ഓഫ് ചെയ്തിടുന്ന രീതി, അങ്ങനെയാണ് അവരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് തങ്ങളെ കമ്പനി പൂർണ്ണമായി അവഗണിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ ചർച്ചയിലേക്ക് എന്ന രീതിയിൽ അവരെ വിളിച്ചുവെങ്കിൽ പോലും ആ ചർച്ചയിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോൾ ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തങ്ങളെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് തുടരാൻ കഴിയില്ല. തൊഴിലാളികൾ അത് കൃത്യമായ രീതിയിൽ തങ്ങളെ പരിഗണിക്കണമെന്ന് തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ സമരം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് 3-ാം തീയതി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ കമ്പനി പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ പ്രതിസന്ധി ഈ യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇതൊരു ജനകീയമായ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്ന ഒരു ആപ്പും സംവിധാനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അതിൻ്റെ സേവനം ലഭ്യമല്ലാതാകുന്നു എന്നതെല്ലാം തന്നെ നമുക്കറിയാം. അപ്പോൾ മറ്റ് ആപ്പുകൾ കാര്യങ്ങളെല്ലാം തന്നെ നിലവിലുണ്ട് എന്ന് ഡ്രൈവർമാർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കമ്പനിയുടെ ഒരു മനോഭാവം അംഗീകരിക്കാൻ കഴിയില്ല. ജീവനക്കാരെ കൃത്യമായിട്ട് പരിഗണിക്കണം, തങ്ങൾക്ക് അർഹമായ വിഹിതം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അവർ തീരുമാനം. എന്തായാലും തിങ്കളാഴ്ച നടക്കുന്ന ചർച്ച സർക്കാർ തലത്തിലുള്ളതാണ് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായി ചൂണ്ടിക്കാണിക്കുന്നത്. സാർ ശരി, ഡാനി പോളാണ് നമ്മളുമായി കൂടുതൽ വാർത്തകളുമായി ചേർന്നത്. യൂബറുമായി ബന്ധപ്പെട്ടുള്ള സമരവുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായത്. എന്തായാലും ഓഗസ്റ്റ് 3-ാം തീയതി സർക്കാരുമായി ചർച്ച നടത്താൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. PM-ശ്രീ കരാർ UDF-ന് രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. LDF ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് UDF സർക്കാരിന്റെ വാദം കേന്ദ്ര സർക്കാർ തന്നെ തള്ളിയതാണെന്ന് ആണ് UDF-നെ കുരുക്കിലാക്കിയത്. കരാറിൽ നിന്ന് പിന്മാറുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്ന ലീഗ് നേതൃത്വത്തിന്റെ നിലപാടും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുകയാണ്. കേന്ദ്ര നിലപാട് വ്യക്തമായതോടെ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് കൂടുതൽ വൈകിയേക്കും. സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിപക്ഷവും നീക്കം നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ നമ്മളുമായി ചേരുന്നതായിരിക്കും. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധി UDF ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കരകടക്കാൻ എന്തു മാർഗമായിരിക്കും ആവിഷ്കരിക്കാൻ പോവുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അരുൺ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? സാർ, കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വലിയ പ്രതിഷേധം സർക്കാരിനെതിരെ, മുന്നണിക്കെതിരെ UDF-ന്റെ ഭാഗത്തുണ്ടായ വിഷയമാണത്. രാഷ്ട്രീയ തിരിച്ചടിയായ LDF സർക്കാർ തിരഞ്ഞെടുപ്പിൽ പോലും മാറിയ വിഷയമാണ് PMC കരാർ ഒപ്പിടൽ. PMC കരാർ ഒപ്പിട്ടത് BJP-യുമായുള്ള സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ CPI ബന്ധം തെളിവായാണെന്ന് UDF ഉയർത്തിക്കാട്ടിയത്. ഒരു കാരണവശാലും ആ കരാറുമായി മുന്നോട്ട് പോകില്ല. UDF സർക്കാർ വന്നാൽ ആ കരാർ റദ്ദാക്കുമെന്ന അവകാശവാദം പല നേതാക്കളും നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ, മുൻ നിലപാടിൽ നിന്ന് UDF കടകം മറിയുകയാണെന്ന വിമർശനം ഉയർന്നു വന്നപ്പോൾ ഒരു ഉപസമിതിയെ സർക്കാർ ക്യാബിനറ്റ് ഉപസമിതിയെ നിയോഗിച്ചു. ആ ഉപസമിതി റിപ്പോർട്ട് അന്തിമ ഘട്ടത്തിലാണ്. അതിനിടെയാണ് ഇന്നലെ കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ ഒരു നിലപാടുമായി കേന്ദ്രം വരുന്നു. PMC കരാറിൽ നിന്ന് ആർക്കും പിന്മാറിയാൽ അതിൻ്റെ PMC-യുമായി ബന്ധപ്പെട്ട ഫണ്ട് ലഭിക്കില്ല എന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി, അതും ലീഗ് നേതാവിന് രാജ്യസഭയിൽ നൽകിയ മറുപടി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ, UDF-നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ തിരിച്ചടി വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ UDF-ന്റെ കക്ഷിയോഗം, UDF സംസ്ഥാന നേതൃയോഗം ഈ വിഷയം ചർച്ച ചെയ്തുവെന്ന് കൺവീനർ പറഞ്ഞു. അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ലീഗ് നേതാവ് പി കുഞ്ഞാലിക്കുട്ടിയെ പോലെ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ കരാറിൽ നിന്ന് പിന്മാറേണ്ടി വരും എന്നൊരു സൂചന ഇന്നലെ നൽകി. അതോടുകൂടിയാണ് UDF-ലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വിരുദ്ധാഭിപ്രായങ്ങൾ പുറത്തു വന്നത്. അതിനുശേഷം ഘടകം ഈ പൂർണ്ണമായും ഈ നിലപാടിൽ നിന്ന് മാറി UDF കൺവീനർ രംഗത്ത് വന്നു. ഏതായാലും വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി UDF-ൽ മാറുകയാണ്. PMC കരാറുമായി മുന്നോട്ട് പോകാൻ
കഴിയില്ല എന്ന ശക്തമായ നിലപാട് ലീഗ് സ്വീകരിക്കും. നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പ്രൈം ഡിബേറ്റ് സംസാരിക്കുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളുമൊക്കെ അങ്ങനെ കരാറുമായി സർക്കാർ മുന്നോട്ട് പോയി അതിശക്തമായ സമരം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുമുണ്ട്. അതായത് കോൺഗ്രസിലെ UDF-നുള്ളിൽ തന്നെ ഇത് വലിയൊരു കലാപമായി മാറാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ, PMC-യുമായി മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നം UDF-നുള്ളിൽ തന്നെ ഉണ്ടാകും. പ്രതിപക്ഷമാകട്ടെ ഇതിൽ വലിയ രാഷ്ട്രീയ കാണുന്നുണ്ട്. കാരണം ആ രീതിയിൽ പ്രതിപക്ഷത്തെ, കഴിഞ്ഞ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ വിഷയമാണ്. അവർക്ക് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കിയ വിഷയമാണ്. അത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ സംഘപരിവാർ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നു, കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ശക്തമായി തന്നെ ഉയർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. UDF-ന് വലിയൊരു രാഷ്ട്രീയ കുരുക്കായി മാറുകയാണ് PMC കരാറുമായുള്ള മുന്നോട്ട് പോക്ക് എന്നതാണ് വസ്തുത. എങ്ങനെ ഇത് പരിഹരിക്കുമെന്നാണ് അറിയേണ്ടത്. കരാറുമായി മുന്നോട്ട് പോകാതെ തരമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. UDF കൺവീനർ ആദ്യം അത് പറഞ്ഞു, പിന്നീട് മാറ്റി പറയുന്നു. എന്നാൽ ലീഗ് ഇപ്പോൾ നിലപാട് മാറ്റുകയാണ്. കരാറിന് പിന്മാറേണ്ടി വരും. ഇന്നലെ റോജി M. ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. നേരത്തെ കേന്ദ്രത്തിന് ഇത്തരമൊരു നിലപാടില്ലായിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട് പിന്മാറാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ്, അറിവ് തന്നെയാണ് തങ്ങൾക്കുമുള്ളത്. പക്ഷേ ഇങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഒന്നുകൂടി ഉപസമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. ഉപസമിതി റിപ്പോർട്ട് ഒരു യോഗത്തിന് ശേഷം അന്തിമ റിപ്പോർട്ടാക്കാനായിരുന്നു ഉപസമിതി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇനി അത് സാധ്യമല്ല. കാരണം കേന്ദ്രത്തിൻ്റെ പുതിയ നിലപാട് കൂടി പരിഗണിച്ച് എങ്ങനെ ഇതിൽ പിന്മാറാമെന്ന നീക്കങ്ങളിലേക്ക് കോൺഗ്രസിന്, UDF-ന്, സർക്കാരിന് കടക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് വലിയ മുന്നണിയിൽ വലിയ തർക്കങ്ങൾക്ക്, വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷമാകട്ടെ അതിശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ വിഷയത്തിൽ. അതെ, PM3യുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് UDF നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. VV അരുണാണ് നമ്മളുമായി വാർത്തകളുമായി നമ്മുടെ കൂടെ ചേർന്നത്. ഇപ്പോൾ ഇതാ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട്, അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാധ്യത, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും ഭയക്കണം. കാരണം പലപ്പോഴും തമാശയായി തുടങ്ങുന്ന ഒരു മഴ കേരളത്തെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിലോട്ട്, ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലോട്ട് എത്താറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ നമ്മളുമായി ചേരുകയാണ്. ഡാൻ, സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 8 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉള്ളത് കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, അതോടൊപ്പം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിലാണ് നിലവിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് റെഡ് അലേർട്ട്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. കോട്ടയത്ത് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ വലിയ നാശനഷ്ടം ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വഴിയുള്ള ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും മാത്രമാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. പക്ഷേ യെല്ലോ അലേർട്ട് നിലനിൽക്കുമ്പോഴും അതിതീവ്രമായ മഴ ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ ജില്ലകളിൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. നമുക്കറിയാം വലിയ ചൂടായിരുന്നു. എൽനിനോ പ്രതിഭാസഘാതം ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് 30-ാം തീയതി മുതലാണ് മഴ തുടങ്ങിയത്. അത് ഇന്നലെയോടെ ഒരു അതിതീവ്ര ഭാവം കൈവരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാലാവസ്ഥയിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ ഇടുക്കിയും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ തീവ്രമായും അതിതീവ്ര മഴ പെയ്യുന്നത് നദികളിൽ ജലനിരപ്പ് ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുജനങ്ങളെയും പ്രദേശവാസികളെയും അടക്കം എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 8 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് ജില്ലകളിലും റെഡ് അലേർട്ടിന്റെ സമാനമായ തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഡാൻ കുര്യനാണ് നമ്മളുമായി മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി ചേർന്നത്. അതെ, മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ബാക്കി ജില്ലകളിലാണെങ്കിലും ഇതേപോലെയുള്ള സാഹചര്യമാണ് തുടരുന്നത്. എല്ലായിടത്തും കനത്ത മഴ തുടരുകയാണ്. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു അതീവ ദുഃഖകരമായൊരു വാർത്ത വന്നിരിക്കുകയാണ്. അതായത് ഇടുക്കിയിൽ നിന്നുമാണ്. ഇടുക്കി വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിച്ച് ഒരാൾ മരിച്ചിരിക്കുകയാണ്. വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. ഇയാളുടെ മൃതദേഹം പുറത്തിറക്കാനായിട്ടില്ല.
ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്നും PA സാഗർ ചെയ്യുന്നു. സാഗർ, ഇടുക്കിയിൽ നിന്നുമുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. മണ്ണിടിച്ചിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. എന്തൊക്കെയാണ് സാഗർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? മുതൽ ഇടുക്കിയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇപ്പോഴും ഇടുക്കിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് രാവിലെയുടെ മഴ അല്പം മാറി നിന്നുവെങ്കിലും മഴ വീണ്ടും പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടുക്കിയിൽ ഇപ്പോൾ 2 മരണമാണ് മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും ഉണ്ടായിട്ടുള്ളത്. തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിൽ അടൂർ മല ഭാഗത്ത് ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഉരുൾപൊട്ടി. ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയ കോളപ്പുറയ്ക്ക് സമീപം അടൂർ മലയിലാണ്. ഇവിടെ ഈ പ്രദേശത്ത് മഷിക്കല്ലിൽ രവി എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലും ഉണ്ടായത്. ഈ ഉരുൾപൊട്ടലിൽ വീട് ഇവർ താമസിച്ച പൂർണ്ണമായി നശിച്ചു. വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. രവിയും ഭാര്യയും മകനുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ രവിയും മകനും പരിക്കുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രവിയുടെ ഭാര്യ സുമതിയെ കാണുവാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുറച്ച് സമയം മുമ്പ് തന്നെ ഉരുൾപൊട്ടി അല്പം താഴെ ഭാഗത്ത് ഇരുന്ന സുമതിയുടെ മൃതദേഹം കണ്ടെടുത്തു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും മഴ ശക്തമായി തന്നെ അതുപോലെ തന്നെ വാഗമണ്ണിൽ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടു എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മരണപ്പെട്ടയാൾ വൈക്കം സ്വദേശിയാണ്. ഇദ്ദേഹത്തെ മണ്ണിനടിയിൽ നിന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും റവന്യൂ സംഘവും ഉൾപ്പെടെ ഇദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ അടൂർ മലയിലും ജില്ലാ കളക്ടറും ജില്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടുക്കി MP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും രക്ഷാപ്രവർത്തനം രാവിലെ തന്നെ ഓഫീസ് നടത്തിയതുകൊണ്ടാണ് മരണപ്പെട്ട ഈ സുമതിയെ മൃതദേഹം കണ്ടെത്താനായത്. പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട് എന്ന് വേണം പറയുവാൻ. ഇവിടെ ഏക്കർ കണക്കിന് കൃഷിസ്ഥലം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ജില്ലയിൽ വ്യാപകമായിട്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. വാഗമണ്ണിലും മേലപ്പാറയിലും അടക്കം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അണക്കെട്ടുകളിൽ ജലനിരപ്പ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. മലങ്കര അണക്കെട്ട്, പാമ്പള അണക്കെട്ട്, കല്ലാർകുട്ടി തുടങ്ങിയ അണക്കെട്ടുകളെല്ലാം തുറന്നുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴ ടൗണിൽ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താഴ്ന്ന പ്രദേശമാണ്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പലയിടത്തും തൊടുപുഴ ടൗണിലും വെള്ളം കയറിയിട്ടുണ്ട്. അത് ആകെ ജില്ലയിൽ വ്യാപകമായ ഒരു നാശനഷ്ടമാണ് ഈ മഴയിൽ ഉണ്ടായിരിക്കുന്നത്. സേറ, സാഗറാണ് തൊടുപുഴയിൽ നിന്നും നമ്മളുമായി വാർത്തകളുമായി ചേർന്നത്. ഒരു വൈക്കം സ്വദേശി മരിച്ചു എന്നുള്ള അതീവ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നു തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ അയോഗ്യനാക്കാനുള്ള നീക്കത്തില് UDF-നെ വെട്ടിലാക്കി ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ പുറത്തു വന്നിരുന്നു. സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കാൻ കൗൺസിൽ യോഗത്തിനിടയിൽ മേയർ വായിച്ച ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ് UDF കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മളുമായി ചേരുന്നത് VV അരുണാണ്. അരുൺ, തിരുവനന്തപുരം നഗരസഭയിൽ പുതിയൊരു രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അരുൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ഈ നഗരസഭയിലെ LDF UDF മുന്നണികൾ പക്ഷേ ഇന്നലെ അത് അക്ഷരാർത്ഥത്തിൽ BJPക്ക് രക്ഷയാവുകയും LDF-നും UDF-നും തിരിച്ചടിയായി മാറുകയുമായിരുന്നു. ഒരു പുഴിക്കടകൻ എന്ന് തന്നെ പറയണം. മേയർ VV രാജേഷ് ഇന്നലെ ഒരു സർക്കുലർ ആയുധമാക്കിയാണ് പ്രതിപക്ഷങ്ങളുടെ നീക്കത്തെ പൊളിച്ചത്. ആ സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയതാണ്. ആഭ്യന്തര വകുപ്പ് ഈ സുഗതന്റെ വാഴോട്ടുകോണം വാർഡുകൾ സുഗതൻ കൗൺസിൽ യോഗത്തിൽ പോലീസ് സംരക്ഷണം പങ്കെടുക്കാൻ അനുമതി തേടി ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുന്നു. അതിന് മറുപടിയായി ആഭ്യന്തര വകുപ്പ് നൽകിയ സർക്കുലറിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു: കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, എന്നാൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം നഷ്ടമാകാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷന് അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കും. അതനുസരിച്ച് കോർപ്പറേഷൻ കൗൺസിൽ ഈ അപേക്ഷ അവധി അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം അയോഗ്യതയിൽ നിന്ന് മാറുമെന്ന്, അല്ലെങ്കിൽ താങ്കൾ നഗരസഭാ കൗൺസിൽ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൗൺസിൽ സ്ഥാനം അയോഗ്യതയിൽ നിന്ന് ഒഴിവാകും, സുരക്ഷിതമായിരിക്കുമെന്ന വിചിത്രമായ ഒരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ
ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി നമിത ടി പുറത്തിറക്കിയ സർക്കുലറാണ് ഇന്നലെ BJP ആയുധമാക്കിയത്. ആയുധമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വലിയൊരു ശക്തമായ ആയുധമായി പ്രതിപക്ഷത്തിന് മേൽ BJPയുടെ നേതാവ് കൂടിയായ കൗൺസിലർ പ്രയോഗിച്ചത്. അതായത് അതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ പൊളിഞ്ഞു വീഴുകയായിരുന്നു. സുഗതനെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഇങ്ങനെ വോട്ടിനിട്ടാൽ മതി എന്ന ഒരു ഉപദേശം കൂടി നൽകുകയായിരുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ, കോൺഗ്രസ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ ഞെട്ടലുണ്ടാക്കുന്ന വിഷയമായത് മാറി. അതോടുകൂടി ഇത് അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. എങ്ങനെയാണ് ഇത്തരമൊരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് BJP കൗൺസിലർക്ക് അനുകൂലം? നേരത്തെ തന്നെ സുഗതനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം CPM ഉയർത്തുന്നതാണ്. അതിനിടയിലാണ് ആ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന, ബലം പകരുന്ന ഒരു നടപടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അവിടെയാണ് അന്വേഷണത്തിന് മന്ത്രി നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ സുഗതന് ഇത്തരമൊരു നിർദ്ദേശം കിട്ടിയ സർക്കുലർ വന്ന വഴി കുറച്ചുകൂടി രാഷ്ട്രീയ വിവാദത്തിന് ഇട നൽകുന്നതാണ്. കാരണം ഇത് വഴി ഈ സർക്കുലർ വന്നത് തദ്ദേശ വകുപ്പിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആഭ്യന്തര വകുപ്പിന് ഇത്തരമൊരു കത്ത് ലഭിക്കുമ്പോൾ അവർ തദ്ദേശ വകുപ്പിനോട് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ഉപദേശം തേടി. അവിടെ നിന്ന് അവർക്ക് ലഭിച്ച മറുപടി സുഗതനെ അവധി അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് റിപ്പോർട്ട് അവർ നൽകി. തദ്ദേശ വകുപ്പ് അങ്ങനെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിശദാംശങ്ങൾ ഇനി ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അത്തരം റിപ്പോർട്ട് തദ്ദേശ വകുപ്പ് നൽകിയിട്ടുണ്ട്. സുഗതനെ അവധി അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് തദ്ദേശ ഭരണ വകുപ്പ് റിപ്പോർട്ട് നൽകി. അവധി അപേക്ഷ കൗൺസിൽ പാസാക്കിയാൽ സുഗതന്റെ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിക്ക് ഇത്തരമൊരു ഉപദേശം നൽകിയത്. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി റിപ്പോർട്ട് ജൂലൈ 18 നൽകി. ആഭ്യന്തര വകുപ്പ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിചിത്രമായ ഒരു സർക്കുലർ. BJP കൗൺസിലർക്ക് അദ്ദേഹത്തിൻ്റെ കൗൺസിലിലെ അംഗത്വം സംരക്ഷിക്കാൻ എന്താണ് വഴിയെന്ന് ഉപദേശിച്ചുകൊണ്ടുള്ള സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയത്. ഇത്രയും നേരം ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അവിടെ തദ്ദേശ വകുപ്പ് കൂടി പ്രതിക്കൂട്ടിലാവുകയാണ്. തദ്ദേശ വകുപ്പ് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. അങ്ങനെ മുസ്ലിം ലീഗ് കൂടി കോൺഗ്രസിൻ്റെ ഈ വിവാദത്തിൽ കോൺഗ്രസിനൊപ്പം ചേരുകയാണ്. അല്ലെങ്കിൽ BJP കൗൺസിൽ രക്ഷിക്കാൻ തദ്ദേശ വകുപ്പ് ലീഗ് ഭരിക്കുന്ന തദ്ദേശ വകുപ്പും ഇടപെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിൻ്റെ രേഖകൾ. ഏതായാലും കോൺഗ്രസിനെ ലീഗിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥന് മാത്രം തലയിൽ പഴിചാരി രക്ഷപ്പെടാനാകുമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇന്നലെ കൂടി പങ്കെടുത്തില്ലെങ്കിൽ 3 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുക്കാത്ത സാഹചര്യമുണ്ടാകും. അതോടുകൂടി അംഗത്വം റദ്ദായേക്കാമെന്ന സൂചനകളാണ് പുറത്തു വന്നത്. നേരത്തെ ഒരു യോഗത്തിൽ പങ്കെടുത്തുവെന്ന് BJP അവകാശപ്പെടുമ്പോഴും അവർ ആ വിഷയത്തിൽ നിൽക്കുമ്പോഴും അവർക്ക് ഏറ്റവും വലിയ ആയുധമായി മാറിയത് ഇന്നലെ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ തന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കൈ സഹായത്താൽ BJP അവരുടെ ഭരണം നിലനിർത്തുന്നു. കോൺഗ്രസിൽ നിന്ന് വിമതനായി ജയിച്ചു വന്ന സുധീഷ് കൂടി BJPക്ക് വേണ്ടി അരുണാണ് തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുമുള്ള കൂടുതൽ വാർത്തകൾ നമ്മളുമായി പങ്കുവച്ചത്. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ ഭീകരാക്രമണം നടന്നിരിക്കുകയാണ്. 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നേരെ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള തീവ്രവാദികളാണെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ ന്യൂസ് 18നോട് പ്രതികരിക്കുകയുണ്ടായി. ഭീകരരുമായി ബന്ധമുള്ള സംഘങ്ങൾ കശ്മീരി പണ്ഡിറ്റുകളെയും ന്യൂനപക്ഷങ്ങളെയും താഴ്വരയിലെ അന്യസംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഭീഷണി സന്ദേശങ്ങളും ഹിറ്റ് ലിസ്റ്റുകളും ഒക്കെ പ്രചരിപ്പിച്ചതിന് 48 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. അടുത്തൊരു വാർത്തയിലേക്ക് നമുക്ക് പോവാം. ഹമാസിന്റെ നിരായുധീകരണത്തെ സ്വാഗതം ചെയ്ത് നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കനുസരിച്ചായിരിക്കുമെന്നും ഗാസയിൽ ആയുധം ഉപേക്ഷിക്കാനുള്ള പദ്ധതിയെന്ന് ഹമാസ് വ്യക്തമാക്കി. ഇതുമായി കൂടുതൽ വാർത്തകളുമായി കാർത്തിക് നമ്മളുമായി ചേരുന്നുണ്ട്. ശരി കാർത്തികിലേക്ക് നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം തിരികെ എത്താം. കാസർഗോഡ് ബന്ദിയോട് ദേശീയപാതയിൽ KSRTC ബസ് അപകടത്തിൽപ്പെടുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. മഴയിൽ റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് തെന്നി വളഞ്ഞ് പുളഞ്ഞു പോകുന്നതും പിന്നീട് ഡിവൈഡറിൽ ഇടിക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എന്തായാലും അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പേടിപ്പെടുത്തുന്ന രീതിക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിട്ടാപ്പള്ളിയിലെ
ഏജൻസീസിന്റെ 2026 ഓണസമ്മാന പദ്ധതിയായ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ പ്രഖ്യാപിച്ചു. കൊച്ചി റിനൈ ഹോട്ടലിൽ നടന്ന ചടങ്ങില് പത്മഭൂഷൺ ജേതാവ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഓഫറിന്റെ ലോഗോ അനാച്ഛാദനം ചെയ്തു. ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായി 5000-ലധികം സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് ഒരുക്കുന്നത്. പിട്ടാപ്പിള്ളി ഏജൻസീസും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണത്തെ ഓണത്തെ വരവേൽക്കുന്നത്. എല്ലാ വർഷവും കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായ ഓഫറുകൾ നൽകി അത് വളരെ സുതാര്യമായി നടപ്പിലാക്കി മീഡിയയുടെ സാന്നിധ്യത്തിൽ ഓൺലൈൻ ഡ്രോ എന്ന രീതിയിൽ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരികയും കൂടുതൽ പേരുകളിലേക്ക് സമ്മാനം എത്തിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾ എല്ലാ തവണയും സ്വീകരിച്ചു പോരുന്നത്. കാരണം കൂടുതൽ കുടുംബങ്ങളിലേക്ക് സന്തോഷം എത്തിക്കുക എന്നതാണ് ഓണത്തിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്തവണയും ഇന്നത്തെ ഓണം സ്കീമിന്റെ ലോഞ്ചിൽ നിങ്ങൾക്ക് മനസ്സിലാകും, കൂടുതൽ പേരിലേക്ക് സമ്മാനം എത്തിക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ ഓണം സ്കീമും ക്രമീകരിച്ചിരിക്കുന്നത്. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ, AC, LED TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺ, കിച്ചൺ അപ്ലയൻസുകൾ, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വമ്പൻ ഓണം കൊമ്പൻ ഓഫർ, ഇതാണ് നമ്മുടെ സ്കീം വരുന്നത്. വമ്പൻ ഓണം കൊമ്പൻ ഓഫർ. നേരത്തെ ചോദിച്ചാല് ആന മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട സാധനമാണ്, കേരളത്തിലൊരു അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആനയെ തന്നെ ഞങ്ങള് ഇതിനു മുമ്പും ആനയെ വെച്ച് പല പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആനയാണ് നിങ്ങളിത് വലിയ ഓഫറാണ്, ഭീമമായ ഓഫറാണ് കസ്റ്റമർക്ക് ലഭിക്കുക എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇതിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരാൻ വരുന്നത്. SBI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പർച്ചേസുകൾക്ക് 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും വിവിധ പദ്ധതികളിലൂടെ 21,000 രൂപ വരെ ക്യാഷ് ബാക്കും ലഭിക്കും. കേരള ഭാഗ്യക്കുറി മാതൃകയിലുള്ള സുതാര്യമായ ഡിജിറ്റൽ നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ 73 നഗരങ്ങളിലായി 87 എക്സ്ക്ലൂസീവ് ഷോറൂമുകളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസിനുള്ളത്. ചടങ്ങിൽ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഫിഫ വേൾഡ് കപ്പ് ഇന്റേണൽ കോൺടെസ്റ്റിലെ വിജയികൾക്കുള്ള 3.5 ലക്ഷം രൂപയിലധികം മൂല്യമുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കാം. എടപ്പാൾ സ്വദേശികളായ ബാദുഷയുടെയും നീനൂസിന്റെയും 2ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഇരുവർക്കും ആശംസകൾ അറിയിക്കുന്നത് ഉമ്മ ശൈലജയും വാപ്പ മുസ്തഫയും ചേർന്നിട്ടാണ്. ന്യൂസ് 18 കുടുംബത്തിന്റെയും നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്തു നിന്നും ഇനി ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ച് ജീവിക്കാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗ് ഇന്ന് ഇവിടെ പൂർത്തിയാകുന്നു. നാടെങ്ങും മഴയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുക, മുന്നറിയിപ്പുകൾ അനുസരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും നാളെ കൂടുതൽ വാർത്തകളുമായി കാണാം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗ് നാളെയും ഇതേ സമയം രാവിലെ 7 മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. താങ്ക്